ഫ്രണ്ട്സ് ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. ഓക്കെ, ഉസ്താദ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 25 വർഷമായിട്ട് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. 19 വയസ്സായി. വീടിന്റെ ഒരു മൂലക്കിരുന്ന് ദിക്റൊക്കെ ചൊല്ലി ഇരിക്കേണ്ട പ്രായത്തില് ഈ മഞ്ഞുമലയിലൊക്കെ ഈ മഞ്ഞ് വാരി എറിയാനൊക്കെ പോകേണ്ട കാര്യം എന്താണെന്നാണ് ചോദിച്ചത്. അവിടെ ഒറ്റ ചോദ്യം അദ്ദേഹത്തിനെ എയറിൽ കയറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ 2 ആയത്തുകൾ വായിച്ചു തരാം. എന്നതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആധികാരികമായിട്ട് പറയാൻ അറിയില്ലെങ്കിൽ പോലും ഇത് കറക്റ്റ് ആപ്റ്റ് സമയമാണെന്ന് തോന്നുന്നു പറയാം. അള്ളാഹു എങ്ങനെ സൃഷ്ടി ആരംഭിക്കുകയും പിന്നെ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അവർ ചിന്തിച്ചു നോക്കിയില്ലേ? തീർച്ചയായും അത് അള്ളാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതത്രേ. പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. പിന്നീട് അള്ളാഹു അവസാനം മറ്റൊരിക്കൽ കൂടി സൃഷ്ടിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനത്രേ. അതായത് ഈ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അത് എങ്ങനെയുള്ളതാണ് എന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അത് നോക്കി കാണുക എന്നുള്ളതാണ്. കാരണം ഇനി അന്ത്യനാളിൽ അള്ളാഹു ഈ സൃഷ്ടിയെ, ഈ ഒരു ഭൂമിയെ എന്തൊക്കെ സൃഷ്ടിച്ച് അതിനൊക്കെ വീണ്ടും ഒരു മാറ്റം വരുത്തും എന്നുള്ളതാണ് വിശ്വാസം. ഇത് മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അത് വായിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് നബീസ് ഉമ്മാക്കി ഈ ലോകം മുഴുവൻ കണ്ടുകൂടാ ചോദ്യമാണ്. ആ ഒരു ചോദ്യത്തിന് ഉസ്താദ് ഉത്തരം പറയുമോ എന്നൊന്നും എനിക്കറിയില്ല. ഈ ഒരു വിഷയത്തിൽ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്യുന്നവരും നബീസ് ഉമ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. നിഷ്പക്ഷമായിട്ട് ഞാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞു തരാം. ആദ്യം നമുക്ക് നബീസ് ഉമ്മ അന്ന് വൈറലായ വീഡിയോ ഉണ്ട്, അതൊന്ന് കാണാം. നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ. വന്നടി മക്കളെ. ഇതൊക്കെ നാട്ടിൽ ഈ വയസ്സാകാലത്ത് കണ്ടില്ലേ? 55 വയസ്സിൽ ഇവിടെ വന്ന് ഈ മഞ്ഞ് കിടക്കുന്ന ഇത്ര നല്ല രസകളെ കിട്ടാനോ മക്കളെ. വന്നോളി മക്കളെ ഈ അവിടത്തേക്ക്. ഞങ്ങൾ പോലെ ഇനി ഞങ്ങൾ ഇവിടെ വരും. റിച്ചുവിന്റെ കൂടി സൂപ്പർ അടി, സൂപ്പർ. ആദിമ മനുഷ്യൻ തീനാളം കണ്ടപ്പോൾ ആദ്യം ഒന്ന് അമ്പരം നിന്നു. ഇത് ഞാൻ പണ്ട് പഠിച്ചതാണ്. അതായത് നമ്മൾ കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് അമ്പരന്ന് നിൽക്കും. പിന്നെ നമ്മൾ അതിൽ ആ ലഹരിയിൽ അങ്ങോട്ട് മുങ്ങും. ഇതൊരു ലഹരിയായിട്ട് നിങ്ങൾ കാണേണ്ട. ഇത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം. ലഹരിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു സാധനവും നമ്മൾ അഡിക്ഷൻ വരരുത് എന്നുള്ളതും ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് ലഹരിയല്ല. ഇത് ഉമ്മാക്ക് ഈ ഒരു 50 വർഷത്തിനിടയിൽ ജീവിതത്തിൽ ആദ്യമായി കാണാൻ കഴിയുന്ന ഒരു ഭാഗ്യം. എനിക്ക് കഴിയാത്ത ഒരു ഭാഗ്യം വല്യുമ്മക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. അതേപോലെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു വിധവയായി കഴിഞ്ഞിട്ടുണ്ട്, വീടിനകത്ത് തന്നെ കൂടിയിരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതി എനിക്ക് അത്രക്കം കണ്ട് ദഹിച്ചില്ല. കാരണം ഉമ്രയെല്ലാം കഴിഞ്ഞ് 12ാം നാളിൽ തൻ്റെ മക്കളുമൊത്ത് 3 മക്കളുമൊത്തിട്ടാണ് പോയിട്ടുള്ളത്. അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ് അവർ ആസ്വദിച്ചിട്ടുള്ളത്. ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഖം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അതായത് വസ്ത്രത്തിൽ പോലും അവർ ആ വൃത്തികേടുകളൊന്നും കാണിച്ചിട്ടില്ല മാന്യമായ രീതിയിൽ. പിന്നെ ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ അത്തരം വസ്ത്രങ്ങൾ തന്നെയാണ് ധരിക്കുക. ഓക്കെ, നമുക്ക് ഉസ്താദിന്റെ കുറച്ച് വാക്കുകളിലൂടെ കടക്കാം. തെറ്റുള്ള ആളുകൾ കമന്റിലൂടെ തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സലാത്തിന്റെ കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. ഏതോ ഒരു അന്യ സ്റ്റേറ്റില് മഞ്ഞിൽ കളിക്കുന്നത് പോയത് കണ്ടവരായിരിക്കും മുന്നിലിരിക്കുന്ന എല്ലാവരും എന്ന് പറയുന്നത് അല്ലെ. ഒരു പക്ഷെ താങ്കളുടെ വീഡിയോ വൈറലായതോട് കൂടിയിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. ആദ്യം തന്നെ പറയാമല്ലോ, ആരും അറിയാത്തൊരു വീഡിയോ ആയിരുന്നു. 50 ലക്ഷം വ്യൂ ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ രീതിയിൽ ആളുകൾ അറിഞ്ഞിട്ടൊന്നുമില്ല. പിന്നീട് താങ്കളുടെ ഈ ഒരു വിശദീകരണം കൊണ്ട് വീണ്ടും ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. ചിലപ്പോ അത് ഈ നാട്ടുകാരനെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിദ്വേഷവുമില്ല. താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാം മതപ്രകാരം ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാൻ വിവിധ മാർഗങ്ങളുണ്ട്. നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം, എന്നിട്ട് പറയാം നബീസ് ഉമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് താങ്കൾക്ക് പറയാം. അവർക്കത് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം.
കാരണം ഇതൊരു മതരാഷ്ട്രമല്ല, ഇതൊരു മതേതര രാഷ്ട്രമാണ്, ജനാധിപത്യ രാജ്യമാണ്. ഇന്ന മതത്തിൽ ഒരാൾ ജനിച്ചു എന്ന് കരുതിക്കൊണ്ട് നമുക്ക് ആ മതത്തിൽ നീ ആ ജനിച്ച ആളാണ് അതുകൊണ്ട് നീ അതന്നെ ചെയ്യണം എന്ന് നമുക്ക് പറയാനും കഴിയില്ലേ? നിങ്ങൾ അതുകൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഉസ്താദ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നന്മയുള്ള കാര്യമായിരിക്കാം, എനിക്കത് വ്യക്തിപരമായിട്ട് അറിയില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ആയത്ത് 2 ഞാൻ വായിച്ചു തന്നിട്ടുള്ളത്. സർവശക്തനായിട്ടുള്ള അള്ളാഹു ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് നടന്ന് കാണാൻ പറയുന്നുണ്ട്. കാരണം നാളെ ഈ ഒരു ലോകത്തിന് വീണ്ടും ഒരു മാറ്റം വരുത്തും ഞാൻ എന്ന് തന്നെയാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് വായിച്ചു തന്നത്. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. ഇതാണ് പ്രശ്നം. ഇതിലെന്ത് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നെബൂസ് അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകളെ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ഉമ്മമാരെ അവർ വിളിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സുഹൃത്ത് ബന്ധത്തിലുള്ള ആളുകളായിരിക്കും, വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ആളുകളായിരിക്കും, ചിലപ്പോൾ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെട്ട രീതിയിലുള്ള ആളുകളായിരിക്കും. മക്കളെ ഇതൊക്കെ കാണാനുള്ളതാ, സർവശക്തനായ അള്ളാഹു ഉണ്ടാക്കി വെച്ചതാണ് എന്നും കൂടി നിങ്ങൾ അതിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിക്ക് ഉസ്താദ് എന്തിനാണിത് പറഞ്ഞതെന്ന് എനിക്ക് തീരെ പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ. ഇതിലിപ്പോ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉസ്താദുമാര്, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാര് ഒരുപാട് പ്രകൃത വിരുദ്ധ പീഡനത്തിലും ഒരുപാട് പോക്സോ കേസിലൊക്കെ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു രീതിയിൽ അതിന് പ്രതികരിക്കുന്നില്ല? ഇതാ ഇത്ര ലക്ഷക്കണക്കിന് ആളുകൾ യൂട്യൂബ് വഴിയും കാണും, ഒരുപാട് ആളുകൾ മുന്നിലിരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഉസ്താദ് ആ ഒരു കാര്യത്തെ എടുത്ത് പറയുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അതും കൂടി ചൂണ്ടിക്കാണിക്കണല്ലോ. അപ്പൊ മതപരമായി സംസാരിക്കുന്നത് കൊണ്ട് പറഞ്ഞ കേട്ടോ. അല്ലാത്ത പക്ഷം താങ്കളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ താങ്കൾക്ക് എന്തും പറയാമെന്നുള്ളതാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. കുറെയൊക്കെ അങ്ങനെയൊക്കെ തന്നെ. എന്തൊക്കെ ഞാൻ പറയുക, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ മുസ്ലിം മതത്തിൽ ജനിച്ച് ആ മതത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വസ്ത്രം ധരിക്കുമ്പോൾ ഇന്ന രീതിയിൽ ധരിക്കണം എന്നുണ്ട്, സ്ത്രീകളുടെ കാര്യം പറയുന്നത്. അവർക്ക് അത്ര പോരാ, മുഴുവൻ കാണിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകൾ മതം മാറി മറ്റു മതങ്ങളിലേക്ക് പോകും. പക്ഷെ മതം മാറുന്നുണ്ടോ ചോദിച്ചാൽ പേര് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ, പൂർണ്ണമായും മാറുണ്ടാവില്ല. ആഭാസത്തരങ്ങൾ കാണിക്കുന്നുണ്ട്. ഉസ്താദ് പറഞ്ഞ ആ കാര്യം സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ആളുകൾ വൃത്തികേട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ഇസ്ലാം മതത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ആ മതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട് എന്ന് നമുക്ക് തോന്നും. അതേ സമയം മുസ്ലിം അല്ല ഹിന്ദുവാണ് ഞാൻ, ഹിന്ദു മതത്തിൽ കുറെ എണ്ണം കൂതറകളാട്ടാ എന്ന് എനിക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ മനുഷ്യന്മാരുടെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു വേലിക്കെട്ട് പോലെ മതങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ കാടത്തരം മനസ്സിനകത്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും, പല രീതിയിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു കാര്യത്തിനെ നമുക്ക് ഒരു രീതിയിലും ഈ മതത്തിൽ ഒരാൾ ഇന്നത് ചെയ്ത് ആ മതത്തെ പൂർണ്ണമായിട്ട് അധിക്ഷേപിക്കാനും കഴിയില്ല, ഇല്ലല്ലോ. ഇപ്പൊ ഉസ്താദ് ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണെന്ന് ഉസ്താദിന് മാത്രമേ അറിയുള്ളൂ. ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 25 വർഷമായിട്ട് ഇവരെ ഭർത്താവ് മരിച്ചു, അവർ വീടിനകത്തിരുന്ന് ദിക്ർ ചൊല്ലി ഇരിക്കണം എന്നാണ് ഉസ്താദ് പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ മുകളിലേക്ക് ഒരു കാല് കയറ്റി വെക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരിതാ ഉമ്ര കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. ഉമ്ര കഴിഞ്ഞ് വന്നു മക്കളുടെ കൂടെ ഈ ഒരു സ്ഥലം കാണണമെന്നൊരാഗ്രഹം സർവശക്തനായ അള്ളാഹു ഉണ്ടാക്കി വെച്ചതെന്ന് തന്നെയല്ലേ വിശ്വസിക്കുന്നത് നിങ്ങൾ? അങ്ങനെയെങ്കിൽ അവർക്കത് കാണുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? എനിക്കൊന്നും തോന്നിയില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഫാമിലിയുടെ അവസ്ഥ ന്യൂസിൽ ആ ഉമ്മയുടെ മകൾ പറയുന്നുണ്ട്, ഒന്ന് കേൾക്കാം. ഈ ഉമ്മാക്കൊരു എല്ലാരും കൂടുന്ന ഒരു വേദികളിൽ പോവാനോ അല്ലെങ്കിൽ ആരോട് സംസാരിക്കാനോ ഇടപഴകാനോ ഉമ്മാക്ക് പറ്റുന്നില്ല. ഇന്നലെ ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു ബന്ധു മരണപ്പെട്ടിട്ട് ആ മരണപ്പെട്ട വീട്ടിൽ ഉമ്മാക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ആടെയുള്ള ആളുകൾക്ക് അറിയേണ്ടത് മരിച്ച ആളുടെ കാര്യങ്ങളല്ല, എന്ത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞല്ലോ, ഉസ്താദ് അങ്ങനെ പറഞ്ഞല്ലോ, ഇവിടെ എന്താ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു സമയത്ത് ഉമ്മ അനുഭവിച്ചത് നമുക്ക് പറഞ്ഞ അങ്ങനെ തരേണ്ട എനിക്കറിയില്ല. ഉമ്മ കരയായിരുന്നു ഇവിടുന്ന്. കാരണം അത്രയും ഉമ്മ പ്രയാസത്തിലാണ് ഉണ്ടായത്. നമ്മളൊരു എന്തോ തെറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങനെ വന്നിട്ടുള്ള ഒരാളെ പോലെയാണ് കാണുന്നത്. ഉമ്മ ആകെ ചെയ്തത് ഒരു യാത്ര പോയി. ആ യാത്ര പോയ ആ സമയത്ത് ഉണ്ടായൊരു സന്തോഷം. ഉമ്മാക്ക് ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും അറിവുള്ള ആളല്ല. ഓക്കെ, ഉസ്താദ് ആ ഒരു കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞു. പിന്നെ ആളുകൾ ഏറ്റെടുത്തിട്ട് അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അതായത് ഇവരെ വലിയ രീതിയിൽ ഹണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നൊരു വലിയ തെറ്റ് പോലെ ചൂണ്ടിക്കാണിക്കുന്നുള്ളതാണ്. ഇതിനൊക്കെ ഒന്നും തെറ്റല്ല എന്ന് ഖുർആന്റെ തന്നെ ആയത്തുകളിലായിട്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാനുള്ളതാണ് എന്നുള്ള കാര്യം. അതായത് ഈ ഒരു പെൺകുട്ടി തന്നെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. ഈ ഉമ്മ ഇതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, അതൊന്ന് കേട്ടു. നമ്മൾ 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും ഇനി എന്ത് ചെയ്യും,
ഇതാ എല്ലാവരോടും ഞാൻ എന്ത് ചെയ്ത് എനിക്ക് പിന്നെ എല്ലാവരും ഉഷാറായിക്കെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നമുക്കും ഇനി നിങ്ങളും എൻ്റെ കൂടെ വരണം, ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണമെന്ന് എല്ലാവരും താല്പര്യം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതാ ഉമ്മാന്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലോ. കഞ്ഞി 10 സെന്റ് സ്ഥലമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 സെന്റ് വിറ്റിട്ടാണെങ്കിലും ഈ കാണാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ കാണുക എന്നുള്ളതാണ്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അത് ചെയ്യട്ടെ. ഉസ്താദ് മതപരമായിട്ടൊരു വീക്ഷണത്തോട് കൂടിയിട്ടാണ് ഇത് പറഞ്ഞത്. പക്ഷെ അതിന് തന്നെ മറുപടി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണോ എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും പൊരുത്തക്കേട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എനിക്കത് കണ്ടപ്പോൾ ആ ഉമ്മാന്റെ കൂടെ നിൽക്കണം എന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഉമ്മാന്റെ മകള് ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ വായിച്ച് ബുദ്ധിമുട്ടണ്ട, അതുകൊണ്ട് ഞാനത് സംസാരിക്കുന്നുണ്ട്, അതൊന്ന് കേൾക്കാം. 25 വർഷം മുന്നേ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീക്ക് ലോകം കാണാൻ അവകാശമില്ലേ? യാത്രകൾ പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുമെന്ന് പറയാറുണ്ട്. അതേപോലെ പരന്നു കിടക്കുന്ന പടച്ചോന്റെ സൃഷ്ടികൾ കാണാനായി കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ ഉമ്മയും അന്യസംസ്ഥാനമാ മഞ്ഞു വീഴുന്ന മണാലിയിലേക്ക് പോയിരുന്നു. തീർത്തും ആനന്ദകരമായ യാത്രക്കിടയിൽ ആദ്യമായി മഞ്ഞു കണ്ട ആഹ്ലാദത്തിൽ നിഷ്കളങ്കയായ എൻ്റെ ഉമ്മച്ചി മഞ്ഞിൽ അത്യാഹ്ലാദത്തോടെ സന്തോഷിക്കുകയും അതൊരു റീലായി പുറത്തു വരികയുമുണ്ടായി. അതിന് പിന്നാലെയായി തെറി അഭിഷേകവും അടക്കം പറച്ചിലും നിരവധി ഞങ്ങളിലേക്ക് എത്തിയപ്പോൾ ഉമ്മാനെ സമാധാനിപ്പിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ എനിക്കന്ന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതൊരിക്കലും മതപരമായ രീതിയിലേക്ക് വളച്ചൊടിച്ച് ഗുരുതര പ്രശ്നമായി ചിത്രീകരിക്കപ്പെടുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ല. ഒരു പ്രമുഖ പണ്ഡിതൻ ഒരു പ്രഭാഷണത്തിലൂടെ തകർത്തത് ഒരു കുടുംബത്തിന്റെ സമാധാനമാണ്. എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ആ ഉസ്താദ് അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. അതുമൂലം എൻ്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വീണിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ തീരൂ. എനിക്കൊരു വിഭാഗത്തോടും വെറുപ്പോ വിദ്വേഷമോ ഇല്ല. അതേപോലെ ഞങ്ങളുടെ ശരിയും തെറ്റും ആരെയും ബോധിപ്പിക്കേണ്ടതുമില്ല. ആരോടും പ്രതികരിക്കാനോ മനസ്സിലാക്കി തരാനോ എനിക്ക് ഉദ്ദേശവുമില്ല. എന്നാൽ കൂടിയും ആ പ്രസംഗം കാരണം ഇന്ന് എൻ്റെ ഉമ്മാക്ക് മരണവീട്ടിൽ പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. നിങ്ങൾ അതുകൊണ്ട് എന്ത് നേടി? അവരെ പിന്തുണക്കുന്നവർക്ക് അതുകൊണ്ട് എന്ത് കിട്ടി? അതിലെ ഉസ്താദ് പറയുന്ന ഒരു കാര്യമുണ്ട്. 25 വർഷമായി ഭർത്താവ് മരണപ്പെട്ട വല്യമ്മക്ക് ഏതെങ്കിലും മൂലകിരുന്ന് ദിക്റും സ്വലാത്തും ചൊല്ലിയാൽ പോരെ എന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തേ ഒരു വിധവയ്ക്ക് ലോകം കാണാൻ വിലക്കുണ്ടോ? അല്ലെങ്കിൽ ലോകം പുരുഷന് കാണാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണോ? അല്ലെങ്കിൽ തന്നെ ആണുങ്ങൾക്ക് ഈ പറഞ്ഞ സ്വലാത്തൊന്നും ബാധകമല്ലെന്നാണോ? ഇബാദത്ത് പടച്ചോനും പടപ്പും തമ്മിൽ ആവില്ലേ? നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബേജാറ്? എൻ്റെ ഉമ്മാന്റെ അമലുകളും നന്മകളും പടച്ച റബ്ബിന് അറിയുന്നിടത്തോളം പടപ്പായ നമ്മൾ അതിൽ തലപൊക്കേണ്ടതുണ്ടോ? ഉസ്താദ് പറഞ്ഞ പോലെ 24 കൊല്ലത്തോളം എൻ്റെ ഉമ്മ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിനപ്പുറത്തെ ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എല്ലാ കൂലിവേലകളും ചെയ്തിട്ടുണ്ട്. താൻ പൂർണ്ണ ഗർഭിണിയായ ദിവസം, അതായത് എന്നെ പ്രസവിക്കുന്ന അന്ന് പോലും എൻ്റെ ഉമ്മ ഞങ്ങളുടെ വിശപ്പടക്കാൻ വീട് പണി നടക്കുന്ന സമയത്ത് പണിക്കാർക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാനുമായി എൻ്റെ ഉമ്മക്ക് പോവേണ്ടി വന്നിട്ടുണ്ട്. ഒരു സ്ത്രീ വിധവയാകുമ്പോൾ അവൾ കടന്നു പോകുന്ന സാഹചര്യം ഈ പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാകുമോ എന്നെനിക്ക് അറിയില്ല. 3 പെൺമക്കളെയും കാഴ്ച നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാത്ത ഉമ്മയെയും വൃദ്ധയായ ബാപ്പയെയും ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലെന്നോർത്ത് വീടുകൾ തോറും കൈ നീട്ടേണ്ടി വന്ന പെണ്ണിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ആയുസിന്റെ പകുതിയോളം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ച എൻ്റെ ഉമ്മ ഇന്നൊന്ന് ഒരു യാത്ര പോയതാണോ നിങ്ങൾ കണ്ട കൊടും പാപം? ഇവരെ അനുകൂലിക്കുന്ന മനുഷ്യരെ ഇനി നിങ്ങളോടാണ്. പ്രയാസത്തിന്റെ പടുകുഴിയിൽ കൂപ്പുകുത്തിയപ്പോഴും തളരാതെ എൻ്റെ ഉമ്മ അന്ന് പിടിച്ചു നിന്നത് ഞങ്ങൾ മക്കളെ ഓർത്താണ്. കാരണം ഒരു മനുഷ്യൻ ശരിക്കും യത്തീമാവുന്നത് ഉപ്പ മരിക്കുമ്പോഴല്ല, അവൻ്റെ മാതാവിനെ നഷ്ടപ്പെടുമ്പോഴാണ്. ദുഃഖഭാരത്തിന്റെ അങ്ങേ തലക്കൽ ആയുസ്സിന്റെ നല്ലൊരു ഭാഗവും നഷ്ടമായപ്പോൾ ഇന്നൊരു യാത്ര പോയതാണോ എൻ്റെ ഉമ്മ ചെയ്ത തെറ്റ്? ഈ പ്രതിസന്ധി ഘട്ടത്തിലും മറ്റൊന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്ന ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. ആ മനുഷ്യരോടാണ് ഇനി പറയാനുള്ളത്. നന്ദിയുണ്ട് ഒരുപാട്. ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ ഞാൻ ഈ പോസ്റ്റുകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട്
അത് ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നം, ഒരുപാട് തെറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി അത് ഡബ് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടു വെച്ചിട്ടുള്ളത്. ഇവർ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഉസ്താദ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇതൊരു മതേതര രാജ്യമാണ്. ചാനൽ ഇഷ്ടമുള്ള ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാം. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ദീപ് സൈനിങ് ഓഫ്.